ഇപ്പൊ ദഹിക്കുന്നതും ദഹിക്കാത്തതും ഒക്കെ ആയ കാര്യങ്ങൾ, ദഹിക്കുന്നതാണെങ്കിൽ നമ്മളത് ദഹിച്ച് അത് രക്തത്തിലേക്കും സിരകളിലേക്കും ഒക്കെ ആ വിഷാംശം പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ മന്ത്രത്തിന്റെ ആ ശക്തിയും. അന്ന് അസൂയക്കും കുശുമ്പിനും എല്ലാം അത് കൂടുകയും ചെയ്ത് നമുക്ക് അതിനെ തടുക്കാനുള്ള നമ്മുടെ ആത്മീയപരമായിട്ടുള്ള അടുപ്പം നമ്മൾ കുറഞ്ഞു. നമ്മളുടെ ഓറ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ദുർബലരായിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രം ആകണമെന്നില്ല, നമ്മൾ ഒരാളെ നിരന്തരരായിക്കൊണ്ടിരുന്നു. അതിപ്പോ സ്വയമാണെങ്കിലും ഓക്കുമല്ലോ. ഇപ്പൊ ഞാനൊന്നിനും കൊള്ളാത്ത ആളാണ്, എനിക്കൊന്നും വയ്യ നൂറോട്ടം പറയുമ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ വയ്യായിക നമ്മൾ ഒന്നും കൊള്ളാത്തവരായി മാറും. വെറുതെ ഞാൻ ഒന്നിനും കൊള്ളാലോ നിഷ്ക്രിയായിട്ട് വീട്ടിയിരിക്കുന്നു, എനിക്ക് ആര് കൈവശം കൊണ്ടുവന്ന് തരാനാണ്. നമ്മൾ വിചാരിക്കും ഇത് കൈവശം എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണക്കാരുടെ ഇടയിലാണ്, അല്ലെങ്കിൽ വിവരമില്ലാത്ത ആൾക്കാരാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരെ ചെയ്യുന്നതാണ്. ഇതൊക്കെ എല്ലാ തലത്തിലും ഉണ്ട്. അർദ്ധരാത്രിയൊക്കെ കഴിഞ്ഞുള്ള യാമങ്ങളിൽ ഇതുപോലുള്ള ശക്തികളാണ് അന്തരീക്ഷത്തിൽ നിറഞ്ഞാടുന്നത്. മനസ്സിലായി? അപ്പൊ കറുത്ത വാവ് ഇങ്ങനെയുള്ള കറുത്ത കർമ്മങ്ങൾക്ക് വളരെയധികം പ്രിയമാണ് അവർക്ക്. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ആസ്ട്രോളജറായ ശ്രീമതി ജ്യോതി സത്യനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ജ്യോതി മാഡം, നമസ്കാരം. കേരളത്തിന്റെ വിശ്വാസങ്ങളിലും നാടോടി കഥകളിലും താന്ത്രിക പാരമ്പര്യങ്ങളിലുമൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് കൈവിഷം. ഈ കൈവിഷം ഒരാളിൽ ഏറ്റുകഴിഞ്ഞാൽ അതെങ്ങനെയൊക്കെ ബാധിക്കപ്പെടാം? കൈവിഷം എന്ന് പറഞ്ഞ ഒരു വിഷം തന്നെയാണ്. അപ്പൊ അത് വിഷം കഴിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ എഫക്റ്റ് വരുമല്ലോ. അപ്പൊ അതേപോലെ നമ്മുടെ ഉള്ളിലേക്ക് എന്താണോ ആ അപ്പുറത്ത് തരുന്ന ആള് അല്ലെങ്കിൽ തരിയിക്കുന്ന ആള്, ഒരാള് ചെയ്യിപ്പിക്കുവാണല്ലോ ചെയ്യുന്നത്, അപ്പൊ ആ വ്യക്തി എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഉദ്ദേശം നടത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അവരത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്ത് മന്ത്രങ്ങൾ ചെയ്ത് വിഷാംശമുള്ള സംഭവം നമ്മളിലേക്ക് മന്ത്രത്തോടൊപ്പം ഒരു വിഷവും കലർന്ന ഭക്ഷണത്തിലോ വെള്ളത്തിലോ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയോ, ഇത് വളരെ വളരെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ കടികകളായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഇട്ട് തന്ന ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും വ്യത്യാസം ഇല്ലാത്തതാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളോട് അടുപ്പമുള്ളവരായിരിക്കുമല്ലോ നമുക്കിത് തരുന്നത്. അകലെ നിന്നൊരാൾക്ക് നമുക്ക് കൈവശം തരാൻ പറ്റില്ല. അപ്പൊ എന്തായാലും അടുത്ത് നമ്മളോട് സഹകരിച്ചു പോകുന്ന ആൾക്കാര് നമ്മളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നവരോ ഒക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെ തരുന്ന സംഭവം നമ്മുടെ ഉള്ളിൽ ചെന്നിട്ട് അതെന്താണോ അവരുദ്ദേശിച്ച ആ രീതിയിൽ ആ മന്ത്രങ്ങൾ പതുക്കെ പതുക്കെ നമ്മളിലേക്ക്, അതുപോലെ തന്നെ ഇപ്പൊ ദഹിക്കുന്നതും ദഹിക്കാത്തതും ഒക്കെ ആയ കാര്യങ്ങൾ, ദഹിക്കുന്നതാണെങ്കിൽ നമ്മളത് ദഹിച്ച് അത് രക്തത്തിലേക്കും സിരകളിലേക്കും ഒക്കെ ആ വിഷാംശം പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ മന്ത്രത്തിന്റെ ആ ശക്തിയും. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അത് സ്ലോ ആയിട്ട് ഇതിങ്ങനെ പോയി വരുമ്പോൾ ഈ വ്യക്തിക്ക് അയാളുടെ മാനസിക നിലവാരത്തിൽ വ്യത്യാസങ്ങളുണ്ടാകും, ശാരീരികമായ വ്യത്യാസങ്ങളുണ്ടാകും. അങ്ങനെ ഒരു വിഭ്രാന്തിയുടെ തലത്തിലേക്ക് അയാൾ പോകും. അപ്പൊ അയാളിലുള്ള ആക്റ്റീവായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇയാൾ വളരെ പാസീവായിട്ട് ഉള്ളിലേക്ക് വലിയും. വീട്ടില് കലഹങ്ങള് സാധാരണ സംഭവങ്ങളായിട്ട് മാറും. ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും അത് എന്തിനു വേണ്ടി, ഇപ്പൊ നമ്മളെയൊക്കെ സമീപിക്കുമ്പോൾ പല കാര്യങ്ങൾക്ക് വേണ്ടി കൈവശം കൊടുക്കുന്നവരുണ്ട്. ചിലര് കൈവശം കൊടുക്കുന്ന ഒരിക്കലും ഉന്നമനത്തില് സാമ്പത്തികമായിട്ടുള്ള ഭദ്രത അസൂയ കൊണ്ട് അത് തകർത്ത് കളയാൻ ചെയ്യുന്നവരുണ്ടാവും. ബിസിനസ്സിലൊക്കെ പരാജയം വരാന് ചിലര് നെയിം ഫെയിം ഒക്കെ വന്നിട്ട് അത് അസൂയ ഉണ്ടാക്കിയിട്ട്, കലാരംഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അതിന് അവസരങ്ങൾ കുറയാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. സുഹൃത്തുക്കളായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ബിസിനസ് ചെയ്യുന്നവർ അങ്ങനെ ഉണ്ടാവും. ചിലർക്ക് അതല്ല, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളില് കുടുംബമൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ പോകുമ്പോ ചിലപ്പോ അവര് തമ്മിലൊന്നും നല്ല ചേർച്ചയാണല്ലോ എന്ന് വിചാരിച്ച് അത് അസൂയ ഉണ്ടായിട്ട് കൂടുതലും റിലേറ്റീവ്സ് ആയിരിക്കും അങ്ങനെ വരുന്നത്, അങ്ങ് ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ചിലതൊക്കെ വരുന്നത് ഇപ്പൊ വിവാഹം കഴിച്ചിട്ടുണ്ടാവില്ല, അപ്പൊ അവര് ഭാര്യ ഭർത്താവ് ആകും എന്ന് പേടിച്ചിട്ട് ആകരുത്, അവരതിനു മുന്നേ വിട്ടുപോകണം എന്ന് പറഞ്ഞ് കുടുംബക്കാര് വന്നിട്ട് പെണ്ണിന്റെ ആകാം ചിലപ്പോൾ ചെറുക്കൻ്റെ ആകാം കഴിക്കാൻ കൊടുക്കാനായിട്ട്. ഇപ്പൊ വീട്ടിലൊക്കെ വിളിച്ച് വരുത്തിയിട്ടായിരിക്കും അവര് സ്നേഹമായിട്ട് ആകാൻ എന്താ നിങ്ങൾക്ക് ഇഷ്ടമാണ് നമുക്ക് കല്യാണമൊക്കെ നടത്താലോ എന്നൊക്കെ പറഞ്ഞായിരിക്കും ഇവർ വിളിപ്പിക്കുന്നത്. പക്ഷെ ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് ഇവർ തമ്മിൽ കലഹം ഉണ്ടാകാനും ഒരാളുടെ സ്വഭാവത്തിലുള്ള വ്യത്യാനങ്ങൾ പെട്ടെന്നായിരിക്കുമല്ലോ. അപ്പൊ അത് മറ്റേയാൾക്ക് ദഹിക്കാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അവര് അടിച്ചു പിരിക്കും. അതെ, പണ്ടൊക്കെ കൊച്ചു കുട്ടികൾക്കാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് ബാധിക്കുക എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വലിയവർക്കും ഇതൊക്കെ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബാധിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. കൊച്ചു കുട്ടികൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വലിയ മനക്കെട്ടിയൊന്നും ഇല്ലല്ലോ.
വളരെ ഇന്നസെൻ്റ് ആയിട്ട് പോകുന്ന ആൾക്കാരാണ്. അതേപോലെ ഭക്തിയുടെ ലെവല് പണ്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ എല്ലാ ഭവനങ്ങളിലും നമ്മൾ ഏത് മതത്തിലുള്ളവരായാലും ആരാധനാക്രമങ്ങളുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള നിഷ്ഠയുണ്ടായിരുന്നു. അപ്പോൾ ഹിന്ദു ഭവനങ്ങളിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വിളക്ക് തെളിക്കും, നമ്മൾ അതിൻ്റെതായ മന്ത്രങ്ങൾ ചൊല്ലും, ഒരു കവചം നമ്മൾ അങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുട്ടികൾക്ക് അതില്ല, കുട്ടികൾ കുഞ്ഞല്ലേ. അപ്പൊ നമ്മൾ വലിയ മുതിർന്നവരെപ്പോഴും ആ ഒരു ദിനചര്യയുടെ ഭാഗമായിട്ട് നമുക്കൊരു പോസിറ്റീവ് ഓറ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതും തുളച്ച് വേണം ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ. അപ്പൊ കുറച്ച് താമസവും പ്രയാസമായിരുന്നു. നമ്മൾ പോസിറ്റീവ് ആയാൽ, നമ്മൾ പവർഫുൾ ആയാൽ, അതങ്ങനെയല്ലേ. ഇപ്പൊ ഒരു പനി വന്നാൽ നല്ല റെസിസ്റ്റന്റ് പവർ ഉള്ള ഒരാളാണെങ്കിൽ പനി പതുക്കെ വരുള്ളൂ. എത്ര വൈറലാന്ന് പറഞ്ഞാലും 5 പേർക്ക് നമ്മുടെ കൂടെയുള്ളവർക്ക് വന്നാലും ചിലപ്പോൾ ഇയാള് ഒരു കുഴപ്പമില്ലാതെ ഒരു ചെറിയ ക്ഷീണം, ഒരു ഇത് ആ രീതിയിലൊക്കെ ഒന്ന് തട്ടിയും മുട്ടിയും പുണ്യം അങ്ങ് കയറിപ്പോവും. അപ്പൊ ആ ഒരവസ്ഥ നമുക്ക് പണ്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ അതില്ല. നമ്മൾ ബിസി ലൈഫായി പോയി. നമുക്ക് ഈ പ്രാർത്ഥന എന്നൊക്കെ പറയുന്ന ഒരു കാണിച്ചു കൂട്ടലുകളൊക്കെ ആയിപ്പോയി. നമുക്ക് അതിന്റെ നിഷ്ഠകളിലേക്ക് പോകാൻ ഇറങ്ങി ചെല്ലാൻ പറ്റാതെയായി. അപ്പൊ അതിൻ്റെതായ ഒരു പവർ നമ്മളിൽ കുറഞ്ഞു പോയി. എന്നാ അസൂയക്കും കുശുമ്പിനും എല്ലാം അത് കൂടുകയും ചെയ്ത് നമുക്ക് അതിനെ തടുക്കാനുള്ള നമ്മുടെ ആത്മീയപരമായിട്ടുള്ള അടുപ്പം നമ്മൾ കുറഞ്ഞു. അതേസമയം ഈ ഇങ്ങനെയുള്ള നമ്മളപ്പോ ഈ ഇറങ്ങുന്ന ഫീൽഡിലൊക്കെ നമുക്ക് വരുന്ന ആ ശത്രുതാ മനോഭാവം, അസൂയ, നെഗറ്റീവ് ഫോം ഉണ്ടല്ലോ, അതൊക്കെ കൂടി. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരുപാട് ഒരു കാട്ടുതീ ഇങ്ങനെ ഭയങ്കരമായിട്ട് വരുന്ന ഒരു കാട്ടുതീയിലേക്ക് നമ്മളൊരു കൊച്ചു കുളത്തിലെ വെള്ളം കൊണ്ട് അല്ലെങ്കിൽ ഒരു കുടത്തിലെ വെള്ളം കോരി ഒഴിച്ചിട്ട് വല്ല കാര്യമുണ്ടാ? അതാണ് നമ്മളിപ്പോ എല്ലാവരും പറയും എനിക്ക് ഭക്തി ഉണ്ട്, ഞാനിങ്ങനെ ഭഗവാനെയൊക്കെ പ്രാർത്ഥിക്കും, എൻ്റെ കൂടെ ഭഗവാനുണ്ട്, അതുകൊണ്ട് എനിക്കിത് വരില്ല എന്നൊക്കെ പറയും. അത് നമ്മുടെ കയ്യിലുള്ളത് ചിലപ്പോൾ ഒരു കുളത്തിലുള്ള വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. ആത്മീയത കൊണ്ട് നമ്മൾ നേടി വെച്ചിരിക്കുന്ന നമ്മുടെ പുണ്യം എന്ന് നമ്മൾ കരുതുന്ന ആ രക്ഷയുണ്ടല്ലോ. അപ്പൊ അതൊരു കുളത്തിലെ ഒരു തടാകത്തിലെ വെള്ളം മാത്രമേ ഉള്ളൂ. നമ്മളിലേക്ക് വരുന്നത് ഒരു കാട്ടുതീയാണെന്ന് വിചാരിക്കുക. ആ കാട്ടുതീ വരുമ്പോഴത്തേക്ക് ഈ വെള്ളത്തിലെ വെള്ളം എന്ത് ചെയ്യും? ആവിയായി പോവുകയല്ലേ ചെയ്യുള്ളൂ. ആവിയായി പോയിട്ട് ഈ കാട്ടുതീ നമ്മളിലെ ഇങ്ങോട്ട് പടരുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എത്രത്തോളം ബലമുള്ളവരാക്കി തീർക്കാൻ നമുക്കിപ്പോ സാധിക്കുമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിന് മാത്രമായിട്ടിരിക്കാൻ നമ്മളൊക്കെ ആർക്കും സാധിക്കില്ല. നമുക്ക് ഷിഫ്റ്റുള്ള ജോലിയായിരിക്കും, ചിലപ്പോൾ രാത്രി ഉണ്ടാകും, പകലുണ്ടാകും. ഈ പറഞ്ഞ പരിപാടികളൊന്നും ചെയ്യാൻ സാധിക്കാതെ നമ്മളുടെ ഓറ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ദുർബലരായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ നമുക്കെതിരായി ഇങ്ങനെയുള്ള പോസിറ്റീവ് അല്ലാത്ത ശക്തികളെ വെച്ച് ചെയ്യുന്നത് വളരെ എളുപ്പമുള്ളൊരു അതായത് വളരെ കാര്യമായിട്ട് നമുക്ക് നമ്മൾ വീക്കാണ്, ദുർബലനായ ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മളിലേക്ക് രോഗാണുക്കൾ പെട്ടെന്ന് പ്രവേശിക്കുന്നത് പോലെ അവർക്ക് നല്ല ധൈര്യമാണ്. ഇപ്പൊ കൊടുത്താൽ ഏക്കും. കാരണം അവനിങ്ങനെ നടക്കുവാണ്, ഇത് ഒരു കാര്യവും അന്വേഷിക്കാതെ ഇങ്ങനെ സന്തോഷമായിട്ട്, ഇങ്ങനെ ദൈവികമൊന്നുമില്ലാതെ നല്ല സന്തോഷമായിട്ട് ദൈവമൊക്കെ ഉണ്ട്, എനിക്ക് എൻ്റെ മനസ്സിലുണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാൾക്ക് പവറില്ല. അതുപോലെ ഇതിപ്പോ കൈവശം എന്ന് പറയുന്ന ആ ഒരു വാക്ക്, അത് നമ്മൾ പലപ്പോഴും ഇത് ഒരു ഹിന്ദുക്കൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ആചാരവുമായി ബന്ധപ്പെട്ടത് എന്നാണ് നമ്മൾ വിചാരിക്കുക. ഇത് മറ്റ് ഇപ്പം മുസ്ലിംസ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ? ആണ്. ഏത് ഗ്രന്ഥം എടുത്താലും അവിടെ പിശാച്, ജിന്ന് എന്നൊക്കെ പറയുന്ന പിന്നെ ആരാണ്? നമ്മൾ പറയുന്നത് തന്നെയാണ് അവരും. അത് വേറെ വാക്കുകളാണെന്നേ ഉള്ളൂ. ബൈബിളിൽ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു പിശാചിന്റെ പിടിയിലാകപ്പെട്ട് പോയിട്ടുള്ളതും അവിടെ നിന്ന് പിന്നീട് രക്ഷിക്കുന്നതും ഒക്കെ ആയ കാര്യങ്ങൾ എത്രയോ തവണ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തിരുവോസ്തി, അത് വളരെ പുണ്യല്ലേ. പക്ഷെ അത് സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവമല്ലേ. നമ്മള് അരിയിൽ അതിന്റെ ധാന്യത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവം. പക്ഷെ ആ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അപ്പായിട്ടാണോ നമ്മൾ കാണുന്നത്? പരമപവിത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് യേശു ആ നാമത്തിൽ അതിനെ അങ്ങനെ ആക്കി വെച്ചു. യേശുവിന്റെ നാമാണത്. അതൊരു ആ പദാണ്. ഇത് ഇന്നതാണ്, എൻ്റെ രക്തം, എൻ്റെ മാംസം എന്ന് പറയുമ്പോൾ അത് ഞാനാണ് എന്നുള്ളത് മൊഴിയിലൂടെ. അതാണ് ഈ മന്ത്രം. വാക്കുകൾക്ക് അത്രയും പവറുണ്ട്. അതാ എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളതിനും കൂടി പവർ ഉണ്ട്. അപ്പൊ അത്രയും പവർഫുള്ളായിട്ട് അത് പറഞ്ഞ് അതിനെ അടയാളപ്പെടുത്തുക അല്ലെ. തിരുവോസ്തി ആകുന്നത് അങ്ങനെയല്ലേ. അതിൽ കുരിശ് വരച്ച് ദൈവികമായ അടയാളങ്ങൾ വെച്ച് അതിനെ നാമങ്ങൾ കൊണ്ട് അതിനെ മാറ്റുകയാണ് നമ്മൾ. യേശുവിന്റെ തിരുശരീരമായി മാറുകയാണ് അത്. അപ്പൊ അതേപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടയാളങ്ങളെ എന്ത് മാറ്റും? ഏത് കുരിശിനൊക്കെ പകരം വേറെ പല ചാത്താന്റെ ചിഹ്നങ്ങളും തലയോട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ആ രീതിയിലും മറിച്ച് ചെയ്യുന്നതുണ്ട്. ബൈബിളിനൊക്കെ എതിരായിട്ട് ബൈബിളിൽ ചവിട്ടി അങ്ങനെയൊക്കെ പല രീതിയിൽ
ഇതിനെതിരായിട്ട് ഈ ക്രിസ്തീയമായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ തന്നെ പൈശാചികമായ ശക്തികളുടെ പിടിയിലേക്ക് പോകുന്നവരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ പിന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാനാണ് ബൈബിളിൽ അതിനുള്ള വഴികളും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അറബിക്കാണെങ്കിലും അങ്ങനെ തന്നെ. ഈ നമ്മൾ ഈ പറയുന്ന വാക്കുകളുണ്ടല്ലോ, നാമം, ശബ്ദം, അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിന്റെ വൈബ്രേഷൻസ്. അപ്പൊ അങ്ങനെയാണല്ലോ ഈ സാധാരണ ഒരു സംഭവം നമുക്ക് അത്രയും പവിത്രമായ ഒരു സംഗതിയായിട്ട് മാറണതല്ലേ ആ നാമത്തിന്റെ ഉച്ചാരണം, ആ അടയാളം. അതുപോലെ തന്നെ അടയാളങ്ങൾ, പൈശാചികമായ അടയാളങ്ങളും എങ്ങനെ നെഗറ്റീവ് വൈബ്രേഷൻസും ഇതുപോലെ തന്നെയുണ്ട്. ഇതേപോലെ ആ ഒരു തിരുവോസ്തിയൊക്കെ എടുത്തോണ്ട് പോയി ഇവരും ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. അവരവരുടെ അടയാളങ്ങൾ വെക്കും, അവരുടെ മന്ത്രങ്ങൾ വെച്ച് പവർഫുൾ ആക്കും. അപ്പൊ ഇതല്ലാത് ശക്തി വേറെയാവും. അപ്പൊ മന്ത്രങ്ങൾ എത്രത്തോളം അതിലേക്ക് കൊണ്ടുവരുന്നു, അതിന് എത്രത്തോളം പൈശാചികമായ ശക്തികളെ കൂട്ടുപിടിച്ച് അവരുടെ ശക്തിയും ആവാഹിച്ച് കൊണ്ടുവന്ന് ഇത് ഒരു വേറൊരു രീതിയിലാക്കുകയാണ്. അത് നമ്മൾ കഴിക്കുമ്പോ എന്താ വരണ, നമ്മളത് തിരുവോസ്തിയാണെന്ന് വിചാരിച്ച് നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് വേറെ പവറാ. അപ്പൊ ഇതിന്ന് അതുപോലെ തന്നെ ഏത് മതസ്ഥരായാലും ഈ സംഗതികൾ ആദ്യകാലം തുടങ്ങിയ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഇതിൽ പരാമർശമുണ്ട്. അത് നമ്മൾ മന്ത്രങ്ങൾ അതിശക്തമാണ്. മന്ത്രമാകണമെന്നില്ല, നമ്മൾ ഒരാളെ നിരന്തരം രായിക്കൊണ്ടിരുന്നു. അതിപ്പോ സ്വയമാണെങ്കിലും ഓക്കുമല്ലോ. ഇപ്പൊ ഞാനൊന്നിനും കൊള്ളാത്ത ആളാണ്, എനിക്കൊന്നും വയ്യ 100 വട്ടം പറയുമ്പോ നമ്മള് തന്നെ ചിലപ്പോ വയ്യായിക നമ്മൾ ഒന്നും കൊള്ളാത്തവരായി മാറും. അതാണ് ഈ ശബ്ദത്തിന് വലിയ ശക്തിയാണ്. അതാണ് മന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഫ്രീക്വൻസിയില്, പ്രത്യേക രീതിയിൽ, അതിനോടൊപ്പം തന്നെ ഉപാസനാ ശക്തികളുടെ ബലം, അവരുടെ ആവാഹിക്കാനുള്ള തന്ത്രങ്ങൾ, ഈ രീതികളിലൊക്കെ കൊണ്ടുവരുമ്പോ പവർഫുൾ ആവുമല്ലോ തീർച്ചയായിട്ടും. ഇത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ സാധാരണ ഞാൻ പറയുന്ന ഈ കൈവശം വെറുതെ ഇരിക്കുന്ന ഒരാളെ കൊണ്ടൊന്നും നമ്മൾ കൊടുക്കാൻ പറ്റത്തില്ല. വെറുതെ ഞാൻ ഒന്നിനും കൊള്ളാലോ നിഷ്ക്രിയമായിട്ട് വീട്ടിൽ ഇരിക്കുന്നു, എനിക്ക് ആര് കൈവശം കൊണ്ടുവന്ന് തരാനാണ്? ഒന്നാമത്തേന് കൈവശം എന്നൊക്കെ പറഞ്ഞ് ഈ സാധനങ്ങളൊക്കെ ചെയ്യിക്കുന്നതിന് വലിയ വിലയൊക്കെ കൊടുത്തിട്ടാണ്. വെറുതെ ചെയ്യാൻ പറ്റൂലല്ലോ. അവര് മാന്ത്രികമായ വിദ്യകളൊക്കെ ചെയ്ത് അവരുടെ ശക്തികളെയൊക്കെ ഉണർത്തി ഇതിലോട്ട് ആവാഹിച്ച് ഇതൊക്കെ ചെയ്യുന്നതിന് പൈസ കൊടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഒരു വെറുതെ ഇരിക്കുന്ന ഒരാൾ ചെയ്യാൻ പറ്റൂ? ഇയാള് നല്ല അതിപ്രബലനായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം. അയാൾക്ക് ഒന്നെങ്കിൽ നെയിം, ഫെയിം, പവർ, മണി ഒക്കെ ഉള്ള ആളായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾക്ക് അസൂയ ഉണ്ടാക്കുന്ന, ജനിപ്പിക്കത്തക്ക രീതിയിലുള്ള എന്തോ അയാളുടെ കയ്യിലുണ്ട്. അപ്പൊ ആ വ്യക്തി എന്ത് ചെയ്യും? പൊടുന്നനെ അതൊന്നും അല്ലാതായി മാറുന്നു. അതൊന്നും ജോലിയിലേക്ക് വരാൻ കഴിയാതെ, അങ്ങനെ എനിക്കിപ്പം മടി, എനിക്ക് വയ്യ, ഇന്ന് പോയാൽ ശരിയാവില്ല, അങ്ങനെ വിചാരിക്കുക. ഒരു ഡോക്ടറാണ്, നന്നായിട്ട് ചെയ്യുന്ന വർക്ക് ഉള്ള പേഷ്യൻസ് ഒക്കെ വരുമ്പോ ഇന്ന് ഞാനില്ല, ബോർഡ് വെച്ചോളും, ഇന്നില്ല, ഡോക്ടർ ഇല്ല. പിന്നെ അത് തുടർച്ചയായിട്ട് അങ്ങനെ തന്നെ പോവുക. പോകുന്നില്ല, കേസ് അറ്റൻഡ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പകരം അയാള് ഒളിച്ചിരിക്കുന്ന പോലെ ഇരിക്കുക. എന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, അകാരണമായിട്ട് കലഹം കാണിക്കുക, കുട്ടികളോടൊന്നും അടുപ്പം കാണിക്കാതിരിക്കുക, രാത്രിയിൽ ഉറക്കമില്ലാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അയാളിലേക്ക് കണ്ടിന്യൂസ്, ഉറക്കമില്ലാത്ത പല രാത്രികൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വരിക. അങ്ങനെയൊക്കെ വരുമ്പോൾ അതുപോലെ തന്നെ മേലധികാരികളുമായിട്ടും ഒക്കെ എന്താണ് വരാത്തത്, ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ജോലി സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അപ്പൊ എന്തുകൊണ്ടാണ് ഡോക്ടർ ഇങ്ങനെ കേസ് അറ്റൻഡ് ചെയ്യാതെ, എനിക്ക് മനസ്സിലാഞ്ഞിട്ടാണെന്ന് വരെ പറഞ്ഞ് ഒഴിഞ്ഞു കളയുന്ന ഒരവസ്ഥ. അതായത് അത്രയും ഞാൻ ഇനി വരുന്നില്ല, എനിക്കത് പറ്റില്ല, എനിക്കത് നിർത്തി ഞാനെന്ന് ഒരു ബോധമില്ലാതെ സംസാരിക്കും, അങ്ങനെ വരെ പോകും. ആ മൈൻഡ് അതാകുന്നതാണ്. അതൊക്കെ ശരിക്കും ചെയ്യുന്നത് ഇന്ന ലെവലെന്നൊന്നുമില്ല. നമ്മൾ വിചാരിക്കും ഇത് കൈവശം എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണക്കാരുടെ ഇടയിലാണ്, അല്ലെങ്കിൽ വിവരമില്ലാത്ത ആൾക്കാരാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരെ ചെയ്യുന്നതാണ്, അതൊരു എന്താണ് മോശപ്പെട്ട കാര്യം. ഇതൊക്കെ എല്ലാ തലത്തിലും ഉണ്ട്. നമ്മൾ ഇതൊക്കെ ആയിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ഇത് വിദ്യാഭ്യാസം ഉള്ളവനും ചെയ്യുന്നുണ്ട്, പിന്നെ അപ്പർ ലെവലിലും ലോവർ ലെവലിലും മിഡിലും എല്ലാവരും ഒരേപോലെ ശത്രുവിനെ അല്ലെങ്കിൽ അസൂയ എന്ന് പറയുന്ന സംഗതി എല്ലാവർക്കും ഉണ്ട്. അതിന്ന് ഏതൊക്കെ ലെവലിൽ നമുക്കപ്പോ ഈ ജ്യോതിഷവശാൽ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കത് തെളിയും എങ്ങനെയാണ്. പിന്നെ ചില ആൾക്കാര് ഇത് പെട്ടെന്ന് ഇതിനൊക്കെ ബാധിക്കും അവർക്ക്. അതായത് ഗ്രഹനിലയിൽ തന്നെ അവർക്ക് ചന്ദ്രൻ വീക്കാണ്, ലഗ്നം വീക്കാണ്, ലഗ്നാധിപൻ വീക്കാണ്, 6, 8, 12 ഭാവങ്ങളുടെ അധിപന്മാർ തമ്മിലുള്ള ബന്ധം, അങ്ങനെ കുറെ കോമ്പിനേഷൻസ് വരും. അങ്ങനെ വരുന്ന ആൾക്കാർക്കാകുമ്പോൾ അവർക്ക് മനസ്സിനെ ചന്ദ്രനും ബുധനും കൂടി നിൽക്കുക, അങ്ങനെ കുറേ കാര്യം, പക്ഷബലമില്ലാത്ത ചന്ദ്രൻ, ഇങ്ങനെ കുറേ കോമ്പിനേഷൻസ് വരുമ്പോൾ ആ ആളെ ഒരു
പേടിത്തൊണ്ടനായിരിക്കും, ദുർബല ഹൃദയനായിരിക്കും. ആ ദുർബല ഹൃദയനിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ പെട്ടെന്നായിരിക്കും. അതുപോലെ കൈവശവും ആഭിചാരവും ഒക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അമാവാസി ദിവസങ്ങളിലോ ഒക്കെ നമുക്ക് കൂടുതൽ നമ്മുടെ മൈൻഡ് വീക്കായി പോകും എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതെ. മനസ്സിന്റെ കാരകനാണ് ചന്ദ്രൻ. അപ്പൊ ചന്ദ്രൻ വീക്കായിട്ട് അമാവാസി എന്ന് പറയുമ്പോ ഇല്ലല്ലോ. പിന്നെ ഈ കറുത്ത പരിപാടികളെല്ലാം ചെയ്യുന്ന അതല്ലേ, ഇങ്ങനെയുള്ള വെളുത്തതില്ലാതെ, വെളുപ്പ് എന്ന് പറയുമ്പോൾ സൂര്യനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ദൈവികമായ കലകളാണ് അവിടെ. അപ്പൊ അതല്ലാത്ത ഇരുട്ടിന്റെ ഇത്, അത് ഓരോ യാമങ്ങൾ അതിനല്ലേ വെച്ചിരിക്കണം. അതിലെ പണ്ടുള്ള ആളുകൾ പറയില്ലേ, മുറ്റമടിച്ച് രാവിലെ തളിക്കണം എന്ന് പറയും. കാരണം രാത്രിയുടെ ഈ അർദ്ധരാത്രിയൊക്കെ കഴിഞ്ഞുള്ള യാമങ്ങളിൽ ഇതുപോലുള്ള ശക്തികളാണ് അന്തരീക്ഷത്തിൽ നിറഞ്ഞാടുന്നത്. അപ്പൊ ആ ഓരോ യാമങ്ങളിൽ ഇന്ന മൂർത്തികളുടെ ഭാവത്തിൽ വെച്ചിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. മനസ്സിലായി? അപ്പൊ കറുത്ത വാവ് ഇങ്ങനെയുള്ള കറുത്ത കർമ്മങ്ങൾക്ക് വളരെയധികം പ്രിയാണ് അവർക്ക്. അപ്പൊ അതില് നമുക്കും അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വെറുതെ ഇരുന്നാൽ പോലും നമുക്ക് നമ്മുടെ ഉള്ളിൽ ടെൻഷനോ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു ആഭിചാരം ഏറ്റിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ കൂടുതൽ അസ്വസ്ഥനാകുന്നത് ഈ പറഞ്ഞ സമയങ്ങളിലായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. അത് ബന്ധമുണ്ട്.